ഹായ് ഓൾ, കിത്താൻ കിൻലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലേ എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. അതെ, അത് തന്നെയാണ്. നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് ഓളികളെ അല്ലെങ്കിൽ ടോക്സിക് പീപ്പിളിനെ നമുക്ക് അവരെ ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അവരോട് റിയാക്ട് ചെയ്യണം എന്നുള്ളതിനെയൊക്കെ കുറിച്ചൊരു ഒരു 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 എൻ്റെ ഒരു ഗവേഷണത്തിലൂടെ വന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ചിലപ്പം ഞാൻ പറയുന്നത് എൻ്റേതായ അനുഭവങ്ങളും എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അത് കണക്ട് ചെയ്യാനും ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സാധിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ നെഗറ്റീവായ ആളുകളോട് നമുക്ക് എങ്ങനെ പെരുമാറണം എന്നൊരു ചോദ്യത്തിന് നമുക്കൊരു നല്ലൊരു മറുപടിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പോൾ നിങ്ങളൊരു ലക്ഷ്യങ്ങൾ ഒക്കെയായി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നെഗറ്റീവായ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം തന്നെയാണ്. നിങ്ങളെ കണ്ടിന്യൂസ് ആയി കാണുമ്പോൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഒരുപാട് പേര് കാണും, അല്ലേ? നമ്മുടെ ചുറ്റിനും കാണും. അല്ലെങ്കിൽ നമ്മളോട് ഭയങ്കരമായി ടോക്സിക്കായി നമ്മളെ ടോർച്ചർ ചെയ്യുന്ന ആൾക്കാർ കാണും. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെ ഫേസ് ചെയ്തത് കുറേ കാലം എനിക്കൊരു ഒന്നും അറിഞ്ഞുകൂടാതെ ഞാൻ അതെല്ലാം കേട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളതിനെ ചെവി കൊള്ളരുത്. മെയിനായിട്ടെന്ന് പറയുന്നത് ഈ നെഗറ്റീവ് വൈബ്സ് തന്നിട്ട് അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് ആരാകാം? മേ ബി നമ്മുടെ സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ആകാം, ഫാമിലി ആകാം, അതുമല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ, സോ കോൾഡ് നമ്മുടെ നെയ്ബേഴ്സ്, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, നമുക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. സോ ഈ കണ്ടിന്യൂസ് ടോർച്ചറിങ് അല്ലെങ്കിൽ ഈ നെഗറ്റീവ് കേൾക്കുന്നത് കാലക്രമേണ നമ്മളിൽ ഒരു നെഗറ്റീവ് വൈബ്സ് ഉണ്ടാക്കാൻ അത് കാരണമാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നെഗറ്റീവ് സ്റ്റേജിലേക്ക് നമ്മളെ ആക്കിയേക്കാം. അപ്പം ഒരു ഇമോഷണൽ ക്യാരക്ടർ ആകാതെ ഇരിക്കുക എന്നതാണ് നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത്. എന്തെങ്കിലും ഒന്ന് കേട്ട ഉടനെ നമ്മൾ ഡൗൺ ആവുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും? അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. സോ എന്ത് ചെയ്യുക? നമ്മൾ ഒരിക്കലും ഒരു ഇമോഷണൽ ക്യാരക്ടർ ആകാതെ ഇരിക്കുക. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ എന്ത് പറഞ്ഞാലും കരയുന്നൊരു ടൈപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഈ പറയുന്ന നമുക്ക് കാര്യങ്ങൾ ഓരോ സ്റ്റേജിലൂടെ ഞാൻ ഓവർകം ചെയ്താണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ തന്നെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം നെഗറ്റീവായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ നെഗറ്റീവായ ആളുകളെ നമ്മളങ്ങ് സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കുക? അവരോട് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊന്നും, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങോട്ട് ചെവി കൊള്ളാതിരിക്കുക. സ്നേഹിക്കുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ഉടനെ വിചാരിക്കും അവർ പറയുന്ന എല്ലാം കേട്ട് മിണ്ടാതെ എസ് വെച്ച് കൊടുക്കണമെന്ന്. നോ, ഒരിക്കലും അല്ല. അവരുടെ അടുത്ത് നമ്മൾ പ്രത്യേകിച്ച് അവർ പറയുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മൾ പറയാനോ സംസാരിക്കാനോ പോകാതിരിക്കുക. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ഗ്രോത്തിന് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുമായിട്ട് വേണം നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക? നമ്മൾ ഇടപെടാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ ടോക്സിക് ആൾക്കാരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഈ നെഗറ്റീവായ ആൾക്കാർ നമ്മളോട് സംസാരിക്കാൻ വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? നമ്മളവരെ കേൾക്കും എന്നുള്ളത് കൊണ്ടാണ്. ആദ്യം 1 or 2 വട്ടം അവർ വന്നേക്കാം. നമ്മൾ വീണ്ടും പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ അവർ നമ്മളോട് വരത്തുള്ളൂ. ഇപ്പം നമുക്ക് നമ്മുടേതായ ഒരു ഫോക്കസ് ഉണ്ട്. മേ ബി നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാകാം. അതും അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാകാം. അപ്പോൾ ഒരു ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് എഫേർട്ട് ഇട്ട് നിൽക്കുന്നവരായിരിക്കാം നമ്മളല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളവരാവും മെയിൻലി ഈ നെഗറ്റീവ് ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവർക്ക് ബോധമുണ്ട് അവരെ കൊണ്ട് ഇത് സാധിക്കത്തില്ല. അപ്പോൾ അവരെന്താ വിചാരിക്കുന്നത്? എങ്കിൽ ഇവനും അത് ചെയ്യണ്ട, അങ്ങനെ ഇവ നന്നാവണ്ട. അപ്പോൾ അവർ മാക്സിമം ഈ ടോക്സിക്കായ തോട്ട്സ് നമ്മളിൽ ഇഞ്ചെക്റ്റ് ചെയ്യാൻ അവരെന്ത് ചെയ്യും? ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ മിസ്റ്റേക്ക് ആരുടെ ഭാഗത്താണ്? നമ്മുടെ ഭാഗത്താണെന്നേ ഞാൻ പറയത്തുള്ളൂ. ചിന്തിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് അവർ നമ്മളിലേക്ക് വരുന്നത്? നമ്മൾ ഡീപ്പായി നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ നെഗറ്റീവായ ആൾ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെക്കൊണ്ടിത് സാധിക്കില്ല, അത് സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളിത് പഠിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ പാസ്സാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പൊളിയും, നിർത്തിയേക്ക്, അങ്ങനെ പല കമൻറ്റുമായി ഇവർ നമ്മളെ സമീപിക്കും, അല്ലേ? അപ്പോൾ ഇത് പല തവണകളായി നമ്മളെ പറഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നതാണ് മെയിൻ. നിങ്ങൾ എടുക്കുന്ന ചോയ്സാണ് നിങ്ങളെ എന്തുമാക്കി തീർക്കുന്നത്. ഒരാളെ ഗ്രേറ്റ്ഫുൾ ആക്കുന്നത് എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം അയാൾ എടുക്കുന്ന ചോയ്സുകളാണ്. ഈ ചോയ്സ് നമ്മുടെ കയ്യിലാണ്. കൃത്യമായ വിഷൻ അല്ലെങ്കിൽ കൃത്യമായ എയിമുള്ള ആളാണെങ്കിൽ ഇതൊക്കെ വെറും ഈസിയായി ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല
അടിപൊളി മറുപടി അങ്ങോട്ട് കൊടുക്കുക. നെഗറ്റീവായ ആൾക്കാർക്ക് വേണ്ടതെന്ന് വെച്ചാൽ എന്താ, മറുപടി കൊടുക്കുക. അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ നമ്മളിതൊന്നും ചെവിക്കൊള്ളുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം അവർ നമ്മളെ സമീപിച്ചിട്ട് അവരങ്ങ് പോയിക്കോളും. സാധാരണഗതിയിലുള്ള ഒരു മിനിമം എന്താ നമ്മൾ പറയുക, ഒരു നാണം എന്ന് പറയുന്നൊരു സംഭവം ഉള്ള ആൾക്കാർ, പിന്നെ ഒട്ടും പോവാതെ നമ്മളെ അത്രയും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ പല രീതിയിൽ സമീപിച്ചേക്കും. പക്ഷെ നമ്മൾ കംപ്ലീറ്റ്ലി അവരെ അങ്ങ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ എയിം നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ അടുത്ത് വരുന്ന ഈ ടോക്സിക് അല്ലെങ്കിൽ നെഗറ്റീവ് ആളുകളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഒരിക്കലും നിൽക്കില്ല. വീണ്ടും ഈ ആളുകളെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ കേൾക്കാൻ നിൽക്കില്ല. ഇങ്ങനെ നെഗറ്റീവായ ആളുകൾ നിങ്ങളോട് കൂടുതൽ സമയം ചിലവാക്കുന്നതിന് മെയിൻ റീസൺ മറ്റുള്ളവരെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചോ ആയിക്കോട്ടെ, ഈ ടോക്സിക് അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളത് നിന്ന് കേൾക്കുന്നത് കൊണ്ടാണ്. കൂടുതൽ സമയം അവരുമായി ചിലവഴിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ശ്രമിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ഫോക്കസിനെ ഇല്ലാണ്ടാക്കുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടും. അത് നിങ്ങൾ അറിയുന്നില്ല. സോ നമ്മളത് എന്ത് ചെയ്യുക, അതിന് അവസരം കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് വിഷമമാവില്ല, അവരെന്ത് വിചാരിക്കുക എന്നെക്കുറിച്ച്, അവരെന്ത് കുന്തമോ വിചാരിച്ചോട്ടെ. അങ്ങനത്തെ ചിന്തയൊന്നും നമുക്ക് പാടില്ല. ലോകത്തെല്ലാവരെയും നമുക്ക് സമാധാനിപ്പിച്ചു കൊണ്ടൊന്നും നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലേ? നമുക്കങ്ങനെ ജീവിക്കാനൊക്കെ നമ്മുടെ ഒരു മെയിനായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇഫ് യു വോണ്ട് ടു മേക്ക് എവ്രി വൺ ഹാപ്പി, ഡോണ്ട് ബി എ ലീഡർ, സെൽ ഐസ്ക്രീം. സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു ഫേമസ് ആയിട്ടൊരു കോട്ടാണ്. അതായത് നമുക്കിപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ലീഡർ ആവാനൊന്നും പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഐസ്ക്രീം വിറ്റോ, അപ്പോൾ എല്ലാവർക്കും സന്തോഷം. നമ്മൾ ഐസ്ക്രീം വാങ്ങുന്ന ഐസ്ക്രീം ഒരു വഴിയിൽ കൂടെ ഒരു ഐസ് വിൽക്കുന്ന ഒരാൾ പോകുമ്പോൾ കുഞ്ഞിലെ നമ്മൾ പോയി പൈസ കൊടുത്ത് ഐസ്ക്രീം മേടിക്കുമ്പോൾ നമുക്ക് നമുക്കും ഒരു സന്തോഷം, അയാൾക്കും ഒരു സന്തോഷം ആണെങ്കിൽ അങ്ങനെ ആയിക്കോ എന്നുള്ള രീതിയിലാണ് ആ ഒരു കോട്ട് സമൂഹത്തിലോട്ട് ഇറങ്ങി വന്നിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം കൊണ്ട് നെഗറ്റീവ് ആണെന്ന് തോന്നുന്ന ആളുകളെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് വലിയൊരു ബന്ധം ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അതിനുള്ള വഴി നിങ്ങൾ എന്ത് ചെയ്യുക, തുറന്നു കൊടുക്കരുത്. അതിൻ്റെ ആ ഒരു വാതിൽ നിങ്ങളങ്ങ് അടച്ചിരിക്കണം. എപ്പോഴും അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കരുത്. അത്രയേ ഉള്ളൂ. അവരെ നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പണി അങ്ങ് കഴിഞ്ഞേക്കണം. അവർ കാരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പിന്നെ അവസാനം നമ്മൾ തന്നെ ആ പ്രശ്നങ്ങൾക്ക് പിറകെ അല്ലെങ്കിൽ നമ്മളതിന് ഇരയാകും. സോ നമ്മളെപ്പോഴും നമ്മുടെ എയിം അല്ലെങ്കിൽ ഫോക്കസിനെ കൈവിടാതെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് കീപ് യുവർ സെൽഫ് ബിസി വിത്ത് യുവർ എയിംസ് ആൻഡ് ഫോക്കസ്. നിങ്ങളെ തന്നെ എന്താ ചെയ്യുക, ബിസിയാക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും നമ്മളെ സമീപിക്കാൻ വരില്ല. സോ നമ്മളുടെ ലക്ഷ്യത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളോട് ആദ്യമായി കമ്പനിയാകാൻ വരുന്നവർ ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഒബ്സർവ് ദം. നിങ്ങൾ ആദ്യമേ കയറി അങ്ങ് വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യാനൊന്നും ചെയ്യരുത്. നിങ്ങൾ അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അത് മാത്രമല്ല, ഒരു സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിൽ പോലും കുഞ്ഞിലേ ഉള്ളതല്ല, അത്യാവശ്യം നമ്മളൊരു ഏജൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്സ് പോലും നമ്മളൊന്ന് സൂക്ഷിച്ചേക്കണം. കാര്യം രണ്ടുപേർക്കും എന്ത് വേണമെങ്കിലും നമ്മുടെ ആ ഒരു ഏജാണ്. സോ നമ്മൾ എപ്പോഴും കെയർഫുള്ളായിരിക്കണം. ഒരു മ്യൂച്വൽ ഗ്രോത്ത് ഇല്ലാത്ത ഒരു ന്യൂ ഫ്രണ്ട്ഷിപ്സ് ഒന്നും നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. സോ മ്യൂച്വൽ ഗ്രോത്ത് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റണം. നമുക്ക് നല്ലൊരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് ഡീലായി പോകും. അപ്പോൾ അങ്ങനെ നിന്നാലും അല്ലെങ്കിൽ ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് അവരെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചില ഇടങ്ങളിലൊന്നും കണ്ടില്ല കേട്ടില്ല മിണ്ടില്ല എന്ന ഭാവത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നെഗറ്റീവ് ആളുകൾ വിഷം തുപ്പുമ്പോൾ ചിരിച്ചു നിൽക്കാതെ നല്ല മറുപടി അങ്ങോട്ട് കൊടുക്കുക. നമുക്ക് ചെവിക്കുറ്റിക്ക് അല്ലെങ്കിൽ ചെകിടത്തടയ്ക്കാൻ നമുക്ക് പറ്റില്ല, അല്ലേ? അപ്പോൾ നമ്മൾ മറുപടിയിലൂടെ എന്ത് ചെയ്യുക, അതങ്ങ് പറഞ്ഞു തീർക്കുക. നല്ല കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക. മോശം കാര്യങ്ങൾക്ക് അതിൻ്റെ അതേ തോതിൽ നമ്മൾ മറുപടി നൽകുകയോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോവുകയോ ചെയ്യണം. നമ്മൾ നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്സിൽ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യണം.
ഈ സമൂഹത്തിലെ ടോക്സിക് പീപ്പിളിനെ ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. അപ്പം നമുക്ക് നമ്മുടെ ലക്ഷ്യബോധത്തിലൂടെ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ നമ്മുടെ എയിമിനെ അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് മ്യൂച്വൽ ഗ്രോത്തിനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്കി വെച്ച് സൗഹൃദങ്ങളിൽ ഏർപ്പെടുക. എന്ന് പറഞ്ഞ് സെൽഫിഷ് ആവണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പുതിയതായി വരുന്ന സൗഹൃദങ്ങൾ, നമ്മൾ വളരുന്ന സ്റ്റേജിലൊക്കെ നമുക്ക് പല ഫേക്ക് മുഖങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വന്നേക്കാം. അതെല്ലാം നമ്മൾ സൂക്ഷിച്ചും കണ്ട് മാത്രം നമ്മൾ നീങ്ങുക. അതിലൂടെ തന്നെ ഈ നെഗറ്റീവായ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ചെവിക്കൊണ്ട് നെഗറ്റീവായി കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് സ്റ്റേജിലേക്ക് പോകും. സോ ഒരിക്കലും അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ്ട് നമ്മളെപ്പോഴും നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് പറ്റും, നമ്മൾ ആ കാര്യത്തെത്തും എന്ന് നമുക്ക് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ എയിമിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഞാനിതൊക്കെ പറയുന്നത് എനിക്കും ഇതൊരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ്. ഞാൻ പഠിച്ച ഒരു കോഴ്സ് പ്രകാരം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 6 years എടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. അത് തന്നെ ആൾക്കാർ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു. ഞാൻ അതൊന്നും വേണ്ട അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കഷ്ടപ്പെട്ടാണ് ഞാൻ ആ കോഴ്സ് പാസ്സായത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. സോ അപ്പം ഇപ്പം ഇത്രയേ ഉള്ളൂ. നെഗറ്റീവായ ആൾക്കാരെ നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതെ അവരെ അവോയ്ഡ് ചെയ്ത് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക, പിന്നെന്താ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെയല്ലേ? ഇതൊക്കെ നോർമലല്ല, വീഡിയോസിൻ്റെ ലാസ്റ്റ് പറയുന്നതുകൊണ്ട് ഞാനും പറയുന്നു. അത്രയേ ഉള്ളൂ.